സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 28ാമത്തെ എപ്പിസോഡിലേക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റിയും ടെക്നിക്കൽ അനാലിസിനെ പറ്റി പഠിക്കുന്ന 8ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലും ഈ കംപ്ലീറ്റ് സീരീസിന് ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും ശ്രദ്ധിച്ച് കാണുക, നന്നായി പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജീനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി പഠിച്ചു, കുറെ പേരുകൾ നിങ്ങൾ കേട്ടു. അതിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ കോമൺ ആയിട്ടുള്ള, പല ട്രേഡേഴ്സും പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ബേസിക് ടൂളാണ് മൂവിംഗ് ആവറേജസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മൂവിംഗ് ആവറേജസ് എന്നും മൂവിംഗ് ആവറേജസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇൻട്രാഡേ ട്രേഡ് പൊസിഷൻസ് എടുക്കാം, എങ്ങനെ നല്ല ട്രേഡർ ആകാം എന്നുള്ള കാര്യങ്ങളാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടൂളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത് നന്നായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം മാത്രം അറിയണമെന്നുള്ളൂ. അതായത് മാത്തമാറ്റിക്സിൽ ആവറേജ് എന്താണെന്ന് നിങ്ങൾ അറിയണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു 5 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 5 നമ്പേഴ്സും കൂട്ടിക്കൊണ്ട് 5 നമ്പേഴ്സിന്റെ സം എടുത്തുകൊണ്ട് അതിനെ ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോഴാണല്ലോ ആവറേജ് കിട്ടുന്നത്. അതായത് സം ഓഫ് ഓൾ നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ശരിയല്ലേ? അപ്പോൾ അത് മാത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് മൂവിംഗ് ആവറേജിന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാകും. ഇനി ലോജിക്ക് മനസ്സിലായില്ല എങ്കിൽ തന്നെ ഇതിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൂടി ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക. മൂവിംഗ് ആവറേജസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ട്രേഡ് എടുക്കണം എന്ന് അറിയാനായിട്ട്. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫണ്ട്ഫോളിയോ. അപ്പോൾ മൂവിംഗ് ആവറേജ് ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ പറ്റി പഠിക്കുന്ന ഈ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക്, പ്രസന്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഡിസ്ക്ലോഷർ ആണ്. ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ നമ്മളിവിടെ നടത്തുന്നില്ല. ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മൂവിംഗ് ആവറേജ് എന്നുള്ളതാണ്. മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. ഡെഫിനറ്റ്ലി ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. അതെന്താണ് ചെയ്യുന്നത്? പ്രീവിയസ് പ്രൈസസിന്റെ ആവറേജ് എടുത്തുകൊണ്ട് കറണ്ട് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് ഒരു ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് 100 രൂപയാണെങ്കിൽ നമ്മൾ നോക്കുകയാണ് കഴിഞ്ഞ 10 ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിന്റെ ആവറേജ് എടുത്തുകൊണ്ട് അതിന്റെ കമ്പാരിസണിൽ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് മുകളിലാണോ താഴെയാണോ അതിന് ഈക്വലന്റ് ആണോ എന്ന് നോക്കുകയാണ്. എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ലോജിക്കലി ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അങ്ങനെ പഴയ കുറെ ദിവസങ്ങളുടെ പ്രൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം നന്നായി പെർഫോം ചെയ്തോ അതോ മോശമായി പെർഫോം ചെയ്തോ എന്ന് അറിയാൻ പറ്റും. നന്നായി പെർഫോം ചെയ്തു എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കാര്യങ്ങൾ നന്നായി വരുന്നുണ്ട്, പ്രൈസ് കൂടി വരുന്നുണ്ട്, അപ്പോൾ ഒരു അപ് ട്രെൻഡ് വരുന്നുണ്ട് എന്ന് കാണാൻ പറ്റുന്നു. ശരിയല്ലേ? അപ്പോൾ ആ ഒരു ബേസിക് ലോജിക്കിലാണ് മൂവിംഗ് ആവറേജ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തരാം. ഇത് നിങ്ങൾ സാലറി ഒക്കെ എടുക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആയിട്ടുള്ള ആളാണ്, സ്റ്റുഡന്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് മനസ്സിലാക്കും. ഒരു കച്ചവടക്കാരൻ, ഒരു കട നടത്തുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി മനസ്സിലാക്കും. ഒരു കട നടത്തുന്ന ആൾ എന്താ ചെയ്യുക? അയാൾ ഡെയിലി രാത്രി അയാളുടെ കളക്ഷൻ നോക്കുമ്പോൾ അന്നത്തെ ദിവസം അയാൾക്ക് 10,000 രൂപയായിരിക്കും കളക്ഷൻ വന്നത്. ആ ഒരു 10,000 രൂപ കാണുമ്പോൾ അയാൾ എപ്പോഴും അതിനെ അയാളുടെ പ്രീവിയസ് ഡെയിലി ഏർണിംഗ്സുമായിട്ട് കമ്പയർ ചെയ്യും. അത് മാത്തമാറ്റിക്കലി ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും ആ ഒരു കച്ചവടക്കാരനെ മനസ്സിലായ അയാളുടെ ഡെയിലി ഏർണിംഗ്സിന്റെ ആവറേജ് എന്തായാലും ഉണ്ടാകും. അത് കഴിഞ്ഞ 5 ദിവസത്തെയോ 10 ദിവസത്തെയോ ഒരു മാസത്തെയോ എന്തോ ആയിരിക്കാം, പക്ഷെ അയാളുടെ മനസ്സിലൊരു ആവറേജ് ഉണ്ടാകും. എന്റെ കടയിൽ ആവറേജ് ഡെയിലി ഏർണിംഗ്സ് ഇത്രയാണ്. അപ്പോൾ ഒരു ദിവസം 10,000 കാണുമ്പോൾ അയാൾക്കറിയാം സാധാരണ ഒരു 6,000 7,000 ഒക്കെയാണ് വരാറ്. എന്നാൽ 10,000 കണ്ടു, അടുത്ത ദിവസവും 10,000 കണ്ടു, അതിനടുത്ത ദിവസം 12,000 കണ്ടു. അപ്പോൾ ഡെയിലി ആവറേജിന്റെ മുകളിൽ നിൽക്കുന്നത് കണ്ടാൽ ഒരു അപ് ട്രെൻഡിലാണ്, ഡിമാൻഡ് കൂടി വരുന്നത് അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? അപ്പോൾ ഒരു ട്രെൻഡ് അവിടെ അനലൈസ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അതാണ് ബേസിക്കലി മൂവിംഗ് ആവറേജ് ചെയ്യുന്നത്. മൂവിംഗ് ആവറേജ് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് അതിന്റെ മുൻപത്തെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എവിടെ നിൽക്കുന്നു എന്ന് കാണിക്കുന്നു. ഇതിന്റെ ആപ്ലിക്കേഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് ആപ്ലിക്കേഷനിൽ നോക്കാം. ടു ഐഡന്റിഫൈ ദ ട്രെൻഡ് ഡയറക്ഷൻ. ശരിയല്ലേ? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മൂവിംഗ് ആവറേജിന്റെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ അത് മുകളിലേക്ക് പോകുന്നുവെന്നും അതിന് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ ബിസിനസ് മോശമാണ് അല്ലെങ്കിൽ പ്രൈസസ് മോശമാണ്, അപ്പോൾ താഴോട്ട് ഒരു മൂവ്മെന്റ് ഉണ്ട് എന്ന് കാണുന്നു. അപ്പോൾ അങ്ങനെ ട്രെൻഡ് ഡയറക്ഷനെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് കണ്ടുപിടിക്കാനും സഹായിക്കുന്നു. അതെങ്ങനെയാണെന്ന് വീഡിയോ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ മൂവിംഗ് ആവറേജിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിനെ ടെക്നിക്കലി പഠിക്കുകയാണെങ്കിൽ ബേസിക്കലി 2 ടൈപ്പ് ഓഫ് മൂവിംഗ് ആവറേജസ് ആണ് നമ്മുടെ ചാർട്ടിംഗ് ടൂൾസിൽ നമുക്ക് കാണാൻ പറ്റുക. ഒന്നെന്ന് പറയുന്നത് സിമ്പിൾ മൂവിംഗ് ആവറേജ് ആണ്, 2 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ്. ഇത് രണ്ടിന്റെയും ഡിഫറൻസും നിങ്ങൾ മനസ്സിലാക്കുക. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. സിമ്പിൾ മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 ദിവസത്തെ സിമ്പിൾ മൂവിംഗ് ആവറേജ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 ദിവസത്തെ പ്രൈസിന്റെ ആഡ് ചെയ്തുകൊണ്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്നു. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തല്ലോ, അത് തന്നെയാണ്. നോർമൽ ആയിട്ടുള്ള ആവറേജ് എടുക്കുന്നതിനെയാണ് സിമ്പിൾ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊരു 20 ദിവസത്തെ മൂവിംഗ് ആവറേജ് എടുക്കുകയാണെങ്കിൽ 20 ദിവസം മുൻപുണ്ടായിരുന്ന ദിവസവും കഴിഞ്ഞ ദിവസവും, അതായത് ഈ കഴിഞ്ഞ ദിവസവും ഇന്നത്തെ പ്രൈസ് അനലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാക്കേണ്ട ഇൻഫ്ലുവൻസ് സെയിം ആയിരിക്കണോ?
സെയിം ആകേണ്ട ആവശ്യമില്ലല്ലോ. 20 ദിവസം എന്ന് പറയുമ്പോൾ കുറെ നാള് മുൻപുള്ള കാര്യമല്ലേ. അതിന് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനുമായിട്ട് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാകണമെന്നില്ലല്ലോ. ഇന്നലത്തെ പ്രൈസും മിന്നാനത്തെ പ്രൈസിനും അല്ലേ ഇന്നത്തെ പ്രൈസിന്റെ അനാലിസിസിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യമാണ് EMA യിൽ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ ഫാക്ടർ ഇൻ ചെയ്യുന്നത്. അതായത് ഇവിടെ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അതായത് 20 ദിവസത്തെ മൂവിംഗ് ആവറേജ് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസത്തിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നു, അതിന് മുൻപത്തെ ദിവസത്തിന് കുറച്ചുകൂടി വെയിറ്റേജ് കുറക്കുന്നു. അങ്ങനെ വെയിറ്റേജ് കുറച്ച് ഏറ്റവും പഴയ 20ാമത്തെ ദിവസം ആകുമ്പോൾ വളരെ കുറവ് വെയിറ്റേജ് മാത്രം കൊടുക്കുന്നു. അങ്ങനെ ഒരു വെയിറ്റഡ് മൂവിംഗ് ആവറേജ് ആണ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് എക്സാക്ട്ലി മനസ്സിലായില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ ഒരു ജിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. SMA is the arithmetic average of a security over a defined number of time periods. അത് നോർമൽ ആവറേജ് ആണ്. EMA എന്ന് പറയുന്നത് EMA gives greater weight to more recent prices. റീസെന്റ് ആയിട്ടുള്ള പ്രൈസസിന് EMA കൂടുതൽ വെയിറ്റ് കൊടുക്കുന്നു. ഇത് നമുക്കൊന്ന് ചാർട്ടിൽ പോയിട്ട് കണ്ടു നോക്കാം. ഇവിടെ മുത്തൂറ്റ് ഫിനാൻസിന്റെ ചാർട്ടാണ് ഞാൻ തുറന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് മൂവിംഗ് ആവറേജസ് ആഡ് ചെയ്ത് നോക്കാം. എപ്പോഴത്തെ പോലെയും ഇവിടെ സ്റ്റഡിയിൽ പോയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ മൂവിംഗ് ആവറേജസ് എന്ന് സെർച്ച് ചെയ്യുകയാണ് കേട്ടോ. മൂവിംഗ് ആവറേജ് വന്നു. മൂവിംഗ് ആവറേജ് ഇവിടെ സെലക്ട് ചെയ്യാം. ഈ പീരീഡ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിപ്പോൾ 10 എന്നും 20 എന്നും ഒക്കെ ഡിസ്കസ് ചെയ്തില്ലേ. കഴിഞ്ഞ എത്ര പീരീഡ്സിന്റെ ആവറേജ് ആണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് പീരീഡ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളിന് ഒരു 20 എടുക്കാം. അതിനുശേഷം ഫീൽഡ് ചോദിച്ചിരിക്കുന്നത് ക്ലോസ്, ഓപ്പൺ, ഹൈ, ലോ ആണ്. അതായത് കഴിഞ്ഞ ഇത്രയും ദിവസത്തിന്റെ ഈ പീരീഡിൽ 20 ദിവസത്തിന്റെ ക്ലോസ് പ്രൈസിന്റെ ആണോ ആവറേജ് എടുക്കേണ്ടത്, ഓപ്പൺ പ്രൈസിന്റെ ആണോ ആവറേജ് എടുക്കേണ്ടത്, ഹൈ പ്രൈസിന്റെ ആണോ ആവറേജ് എടുക്കേണ്ടത്, അങ്ങനെയാണ് ചോദിക്കുന്നത്. അത് എപ്പോഴും ക്ലോസ് എടുത്ത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ടൈപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ. സിമ്പിൾ ചോദിക്കുന്നുണ്ട്, എക്സ്പോണൻഷ്യൽ ചോദിക്കുന്നുണ്ട്. നമുക്ക് സിമ്പിൾ എടുത്ത് കണ്ടു നോക്കാം. അതിനുശേഷം അപ്ലൈ കൊടുക്കാം. ഇനിയാണ് ഇവിടെ ടൈം പീരീഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡലിന്റെ ഇവിടെയുള്ള മൂവിംഗ് ആവറേജ് നമ്മൾ കാണുന്നത് കണ്ടോ. ഈ ഒരു റെഡ് ആണ്. അതിന്റെ പ്രൈസ് ഇക്വലന്റ് എവിടെയാണ്? റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് 747. കണ്ടോ, ഇവിടെ കാണുന്നുണ്ട്. അവിടെ ശ്രദ്ധിച്ചാൽ മതി. 747 എന്ന് കാണുന്നു. ഈ 747 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കണ്ടോ 5 മിനിറ്റിന്റെ ക്യാൻഡിലാണ്, 5 മിനിറ്റിന്റെ ടൈം പീരീഡ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ 20 എന്ന പീരീഡ് ആണ് എടുത്തിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു 747 എന്ന് പറയുന്നത് ഈ ക്യാൻഡലിന് മുൻപുള്ള 20 ക്യാൻഡിൽസിന്റെ 5 മിനിറ്റിന്റെ ക്യാൻഡിൽസിന്റെ ക്ലോസ് പ്രൈസിന്റെ ആവറേജ് ആണ് ഇവിടെ കാണുന്ന ഈ 747 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ 20 എന്ന് സെലക്ട് ചെയ്ത ആ ഒരു പീരീഡും അതുപോലെ തന്നെ ക്യാൻഡലിന്റെ ടൈം പീരീഡും തമ്മിലുള്ള കോറിലേഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് നിങ്ങൾ ഇവിടെ എത്ര പീരീഡ് ആണോ എടുക്കുന്നത്, നമ്മൾ നോക്കുന്ന ക്യാൻഡിലിന്റെ മുൻപത്തുള്ള അത്രയും നമ്പർ ഓഫ് ക്യാൻഡിൽസിന്റെ പ്രൈസസ് ആയിരിക്കും കമ്പയർ ചെയ്യുക. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ ഈ 5 മിനിറ്റ്സിനെ മാറ്റി 1 ഡേയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ 1 ഡേയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? 1 ഡേയിൽ നമ്മൾ ടൈം പീരീഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും 20 തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡലിന്റെ ഇവിടെ എത്രയാണ് മൂവിംഗ് ആവറേജ് പറയുന്നത്? 754 ആണ്. അപ്പോൾ ഇവിടെ 756ന്റെ അർത്ഥം എന്താണ്? ഇതിന് മുൻപുള്ള 20 ക്യാൻഡിലുകളുടെ ക്ലോസിന്റെ ആവറേജ് ആണ്. പക്ഷെ ഇവിടെ ക്യാൻഡിൽ ഓരോ ദിവസങ്ങളല്ലേ, അപ്പോൾ കഴിഞ്ഞ 20 ദിവസത്തിന്റെ ആവറേജ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ടൈം പീരീഡ്, ഈ കാണുന്ന പീരീഡിന്റെ ലോജിക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിന് ഈ ക്യാൻഡിലിന്റെ ടൈം പീരീഡുമായിട്ടുള്ള കോറിലേഷൻ മനസ്സിലാക്കാനുമായിട്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ സിമ്പിൾ മൂവിംഗ് ആവറേജും എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് കൂടുതലും കാൽക്കുലേഷൻസിൽ SMA ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി മുന്നിലേക്ക് SMA ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ട്രേഡ്സ് എടുക്കാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കഴിഞ്ഞ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ വീഡിയോ കണ്ടപ്പോൾ അത് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ ആണ് എന്നുള്ളത് നമ്മൾ മുൻപിൽ ഡിസ്കസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ശരിയല്ലേ? അപ്പോൾ ഇവിടെ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ഫോളോയിങ്, ഒരു ട്രെൻഡ് ഇൻഡിക്കേറ്റിംഗ് ഇൻഡിക്കേറ്റർ ആണ്. അതുപോലെ തന്നെ ഇതൊരു ലാഗിംഗ് ഇൻഡിക്കേറ്റർ ആണ്. മാർക്കറ്റിൽ പ്രൈസ് മൂവ്മെന്റ് നടന്നതിന് ശേഷം ഇത് ഇൻഡിക്കേഷൻ തരുന്നത്. പക്ഷെ ആ ഒരു മൂവ്മെന്റിനെ, ആ ഒരു ട്രെൻഡിനെ കൺഫേം ചെയ്യാനായിട്ട് മൂവിംഗ് ആവറേജ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ മുന്നിലേക്ക് പോയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് നമുക്ക് എത്താം. എന്താണത്? ലോങ് ടേം ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്, ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കാനായിട്ട്, ട്രേഡിൽ എൻ്റർ ചെയ്യാനായിട്ട്, ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും പൊസിഷണൽ ട്രേഡിംഗ് എടുക്കാനാണെങ്കിലും എങ്ങനെ മൂവിംഗ് ആവറേജിനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം വായിക്കണം. അതായത് ട്രെൻഡ് ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഒരു ഷോർട്ടർ ആവറേജ് ഒരു ലോങ്ങർ ആവറേജിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് തിയറി പറയുന്നത്. അത് നമുക്കിപ്പോൾ ചാർട്ടിൽ പോയി കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതായത് ഈ ആവറേജിന്റെ ലൈൻസ് ഉണ്ടല്ലോ, SMA ലൈന് പോകുന്ന ലൈൻ നമ്മളിപ്പോൾ കണ്ടതാണല്ലോ, ആ ലൈന് പലപ്പോഴും സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് എന്ന് നമുക്കിപ്പോൾ ചാർട്ടിൽ പോയി കാണാം. അപ്പോൾ ലോങ് ടേം ആപ്ലിക്കേഷനിൽ ഇവിടെ 3 സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാക്കാം. അത് 200 SMA ബേസ് സ്ട്രാറ്റജിയാണ്. വളരെ കോമൺ ആയിട്ടുള്ള ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് കറക്റ്റ് ടൈമിൽ എൻട്രി എടുക്കാനായിട്ട്, ഞാൻ ഇതിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിൽ നിങ്ങൾക്ക് എൻട്രിയും എക്സിറ്റും എടുക്കാൻ സഹായിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. ഇത് നമുക്ക് ചാർട്ടിൽ പോയി കണ്ട് മനസ്സിലാക്കാം.
അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. SMA 5 പീരീഡിന്റെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനെ ഞാൻ മാറ്റിയിട്ട് 200 എന്നാക്കുകയാണ്. കണ്ടോ, 200 ടൈം പീരീഡിലേക്ക് ഞാനൊരു സിമ്പിൾ മൂവിംഗ് ആവറേജ് വരയ്ക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ടൈം പീരീഡ് 1 ഡേ തന്നെ ആയിരിക്കണം. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കണ്ടോ, ഈ ഒരു റെഡ് ലൈനാണ് ഇവിടെ 200 SMA എന്ന് പറയുന്നത്. കണ്ടോ, 200 SMA ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 200 SMA ലൈനിന്റെ മുകളിലാണ് ഷെയർ പ്രൈസ് എങ്കിൽ അവിടെ അത് അപ് ട്രെൻഡിലാണ് എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജി പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്താ കാണാൻ പറ്റുന്നത്, സ്റ്റോക്ക് പ്രൈസ് 200 SMA ലൈനിന്റെ താഴെയായിരുന്നു, എന്നാൽ അതിനെ ക്രോസ് ചെയ്തപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉള്ളതായി നമുക്ക് കാണാൻ പറ്റുന്നു അല്ലെ. അതിനുശേഷം ഈ ഒരു ലൈന് ഒരു സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്തു. പ്രൈസ് മുകളിലോട്ട് പോയി, ലൈനിന് അടുത്ത് എത്തി, എന്നാൽ പിന്നെയും ബൗൺസ് ബാക്ക് ചെയ്തു, പിന്നെയും താഴോട്ട് വന്നു, പിന്നെയും ബൗൺസ് ബാക്ക് ചെയ്ത് മുകളിലേക്ക് പോയി, പിന്നെയും നോക്കി ഇവിടെ ഈ ലൈനിന് അടുത്ത് വന്നിട്ടുണ്ട്, എന്നാൽ ഇതിനൊരു സപ്പോർട്ടായിട്ട് എടുത്തുകൊണ്ട് പിന്നെ മുകളിലേക്ക് പോയതായി കാണാൻ പറ്റുന്നു. അപ്പോൾ എന്താണ് ഈ സ്ട്രാറ്റജി പറയുന്നത്, 200 SMA ലൈനിന്റെ മുകളിലാണ് സ്റ്റോക്ക് പ്രൈസ് എങ്കിൽ അതൊരു അപ് ട്രെൻഡിലാണ്, ഇനി അതല്ല അതിന്റെ താഴെയാണെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡിലാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ കാണാൻ പറ്റുന്നത്, കുറെ കൂടെ ലോങ്ങർ ടൈം പീരീഡിലേക്ക് നമുക്ക് നോക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു പീരീഡ് താഴേക്ക് പോയി, ഈ ഒരു സമയത്ത് ഷോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു മൊമെന്റം താഴേക്ക് കിട്ടിയേനെ, ശരിയല്ലേ. എന്നാലും നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാകും പല സ്ഥലത്തും വർക്ക് ചെയ്യുന്നില്ല, ശരിയല്ലേ. ഈ ഒരു സ്ഥലത്ത് താഴേക്ക് പോയി, ഇവിടെ ഷോർട്ട് ചെയ്തിരുന്നെങ്കിൽ കുറെ കഴിയുമ്പോൾ തന്നെ മുകളിലോട്ട് പോയതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുകളിലേക്ക് പോയി, ഇവിടെ നിങ്ങൾ ലോങ് പൊസിഷൻ എടുത്തിരുന്നെങ്കിൽ പെട്ടെന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തെറ്റിയ സ്ഥലത്ത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയനെ, ഇവിടെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയനെ. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോൾ ശരിയാകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നല്ലൊരു റാലി കിട്ടുന്നു. കണ്ടില്ലേ, ഇവിടെ എത്ര വലിയൊരു റാലി കിട്ടി, ഇവിടെ എത്ര വലിയ റാലി കിട്ടി, ഇവിടെ എത്ര വലിയ റാലി കിട്ടി. അപ്പോൾ ഈ സിമ്പിൾ മൂവിംഗ് ആവറേജ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കേണ്ട സാധനമാണ്. ട്രെൻഡിങ് മാർക്കറ്റ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡോ ക്ലിയർ ആയിട്ടുള്ള ഡൗൺ ട്രെൻഡോ ഉണ്ടെങ്കിലാണ് ഈ സ്ട്രാറ്റജീസ്, മൂവിംഗ് ആവറേജ് ബേസ്ഡ് സ്ട്രാറ്റജീസ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. സൈഡ് വേസ് ട്രെൻഡിലാണ് മാർക്കറ്റ് എങ്കിൽ, പൊതുവേ മാർക്കറ്റിന്റെ സ്വഭാവമെങ്കിൽ മൂവിംഗ് ആവറേജസ് വർക്ക് ചെയ്തു കൊള്ളണമെന്നില്ല. കണ്ടോ, ഇവിടെയൊക്കെ സൈഡ് വേസ് ആണ് ഉണ്ടായിരുന്നത്. ഇവിടെയും ഈ ഒരു പോയിന്റിൽ ഇവിടെ മുതൽ ഇവിടെ വരെ നോക്കുകയാണെങ്കിൽ ജനറലി സൈഡ് വേസിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യാത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലിയർ അപ് ട്രെൻഡോ ക്ലിയർ ഡൗൺ ട്രെൻഡോ ഉണ്ട് എങ്കിൽ ഇത് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ സൂം ഇൻ ചെയ്തുകൊണ്ട് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുകയാണെങ്കിൽ, ഞാനൊരു ലൈൻ തന്നെ വരച്ച് തന്നെ കാണിച്ചു തരാം. കണ്ടോ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് 200 SMA ലൈനിന് ആ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ഒരു 20 ഡിഗ്രി ആംഗിൾ എങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് നിങ്ങൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിലാണല്ലോ ബ്രേക്ക് ഔട്ട് ഉണ്ടായത്. നമുക്ക് നോക്കാം, ഈ ഒരു പോയിന്റിലാണ് 200 SMA ബ്രേക്ക് ഔട്ട് ഉണ്ടായത്. പക്ഷേ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ? ആവശ്യമില്ല. നിങ്ങൾ അധികം റിസ്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു പോയിന്റിൽ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലായിടത്തും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് നോക്കാം. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുകയാണെങ്കിൽ കണ്ടോ, അവിടെ ഒരു 20 ഡിഗ്രിയുടെ ആംഗിൾ കാണുന്നില്ല. അപ്പോൾ ഒരു 20 ഡിഗ്രി ആംഗിൾ ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇവിടേക്ക് എത്തുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അവിടെ ഒരു ലൈൻ വരച്ചപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ആംഗിളിന്റെ സൈസ് കൂടുമ്പോൾ അപ് ട്രെൻഡിന്റെ ശക്തി കൂടി എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ 200 SMA ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇറേസ് ചെയ്യാം. അപ്പോൾ തിരിച്ചു പോവുകയാണെങ്കിൽ 200 SMA ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് 50 SMA 200 SMA ക്രോസ് ഓവർ സ്ട്രാറ്റജിയാണ്. ഇതെന്താന്ന് വെച്ചാൽ, ഇവിടെ രണ്ട് മൂവിംഗ് ആവറേജസ് നമ്മൾ വരക്കും. 50 SMA ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്. ഒരു മൂവിംഗ് ആവറേജ് കൂടി നമുക്ക് വരക്കാം. മൂവിംഗ് ആവറേജ് സെർച്ച് ചെയ്യുക. അവിടെ നമ്മൾ 50 എന്ന ടൈം പീരീഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ റെഡ് കളറാണ് എടുത്തത്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കളർ മാറ്റിയെടുക്കാം. കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ 50 പീരീഡിലേക്കുള്ള മൂവിംഗ് ആവറേജ് ആണ്. റെഡ് 200 പീരീഡിലേക്കുള്ള മൂവിംഗ് ആവറേജ് ആണ്. അപ്പോൾ ഈ ഒരു 50-200 ക്രോസ് ഓവർ സ്ട്രാറ്റജി എഗെയിൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറേ അധികം ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജി പറയുന്നത് എപ്പോൾ ഈ ഗ്രീൻ ലൈൻ, അതായത് ഷോർട്ടർ മൂവിംഗ് ആവറേജ് ഈ ലോങ്ങർ മൂവിംഗ് ആവറേജിനെ എപ്പോൾ ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറുന്നു അതൊരു അപ് ട്രെൻഡ് ആകും, എപ്പോൾ ക്രോസ് ചെയ്ത് താഴോട്ട് പോകുന്നു അവിടെ ഒരു ഡൗൺ ട്രെൻഡ് ആകും എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജി പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് വന്നപ്പോൾ തന്നെ ഈ ഒരു ഗ്രീൻ ലൈൻ റെഡ് ലൈനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഗ്രീൻ ലൈനും റെഡ് ലൈനും തമ്മിലുള്ള ക്രോസിന്റെ ആംഗിൾ വലുതാവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വലിയൊരു ആംഗിൾ ക്രിയേറ്റ് ആകുന്നത് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ ഈ രണ്ട് ലൈൻസും തമ്മിലുള്ള ഗ്യാപ്പ് വലുതായപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വലിയൊരു അപ് ട്രെൻഡ് നിങ്ങൾക്ക് കിട്ടിയേനെ. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഈ രണ്ട് ലൈൻസും ക്രോസ് ഓവറും സംഭവിച്ചു. അവ തമ്മിൽ വലിയൊരു ആംഗിളും സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല
റിട്ടേൺസ് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ വരയ്ക്കുന്ന മൂവിംഗ് ആവറേജ് ലൈൻസ് പലപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? നമ്മൾ ആദ്യം കണ്ടു 200 SMA വർക്ക് ചെയ്ത് കണ്ടു. ഇപ്പൊ നമ്മൾ 50 SMA വരച്ചപ്പോൾ കാണാൻ പറ്റുന്നത് എന്താണ്? ഈ ഒരു പോയിന്റിൽ നോക്കിയേ, പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. എപ്പോഴാണെങ്കിലും ആ 50 SMA അടുത്ത് എത്തുമ്പോൾ പിന്നെയും മുകളിലേക്ക് പോകുന്നു, പിന്നെയും താഴോട്ട് വന്നു. 50 SMA അടുത്ത് എത്തുമ്പോൾ പിന്നെയും മുകളിലേക്ക് പോകുന്നു, പിന്നെയും താഴോട്ട് വന്നു. 50 SMA അടുത്തപ്പോൾ പിന്നെയും മുകളിലോട്ട് പോയി. അപ്പോൾ ഏത് മൂവിംഗ് ആവറേജ് ലൈൻ ആണെങ്കിലും അത് ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? അപ് ട്രെൻഡിലാണെങ്കിൽ അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു, ഡൗൺ ട്രെൻഡിലാണെങ്കിൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ശരിയല്ലേ? ഇവിടെ ഡൗൺ ട്രെൻഡിലാണ് പ്രൈസ് ഉള്ളത്, മുകളിലോട്ട് പോയി അതിൽ തട്ടി താഴെ വന്നു, പിന്നെ മുകളിലോട്ട് പോയി തട്ടി താഴെ വന്നു. അപ്പോൾ ഡൗൺ ട്രെൻഡിൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 50 SMA 200 SMA ക്രോസ് ഓവർ സ്ട്രാറ്റജി പറയുന്നത് അത് തന്നെയാണ്. 50 SMA എന്ന ഷോർട്ടർ മൂവിംഗ് ആവറേജ് 200 SMA എന്ന ലോങ്ങർ മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡ് ഉണ്ടാകുമെന്നും, ഇനി അതല്ല ക്രോസ് ചെയ്ത് താഴോട്ടാണ് വരുന്നതെങ്കിൽ അവിടെ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടാകും എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ കറക്റ്റ് ടൈമിൽ പൊസിഷൻ എടുക്കാൻ പറ്റും. വേറൊരു സ്ട്രാറ്റജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറെ സ്റ്റഡീസ് നടന്ന് കണ്ടെത്തിയതാണ് 50-200 എന്ന പീരീഡ്സ് ഉപയോഗിക്കുന്നതിന് പകരം 13-48 പീരീഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേയും കൂടെ ബെറ്റർ ആയിട്ടുള്ള നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ കിട്ടും, അങ്ങനെ നന്നായി ട്രെൻഡ് പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജി പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചാർട്ടിലേക്ക് വരാം. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, 1 ഡേ എന്നൊരു ടൈം ഫ്രെയിമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 13-ഉം 48-ഉം ആക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ തന്നെ മോഡിഫൈ ചെയ്തുകൊണ്ട് മാറ്റാം. 200 ഞാൻ 48 ആക്കി, 15 ഞാൻ 13 ആക്കുന്നു. ഓക്കെ, ഇവിടെ മാറിയപ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ ഒരു പോയിന്റിൽ നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഇവിടെ കുറേയും കൂടെ പ്രൈസിന് സെൻസിറ്റീവ് ആയിട്ട് ഇത് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നു അല്ലെ? നേരത്തെ വളരെ വേഗമായിട്ട് 200 SMA ഒക്കെ കുറെ ദൂരെയായിരുന്നു പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടുള്ളത്. എന്നാൽ ഇവിടെ 13-48 ആക്കുമ്പോൾ കുറേയും കൂടെ വളരെ ടൈറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയ പോയിന്റും ഇത് തന്നെയാണല്ലോ, ശരിയല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മുടെ പ്രൈസ് നമ്മുടെ ക്യാൻഡില് ലോങ്ങർ മൂവിംഗ് ആവറേജ് ആയ 48-നെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക, നമ്മുടെ ഷോർട്ടർ മൂവിംഗ് ആവറേജ് 13 ഈ ഒരു പോയിന്റിൽ എത്തിയതിനു ശേഷമാണ് ഹയർ മൂവിംഗ് ആവറേജിനെ 48-നെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് വന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും, ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോഴേക്കും തന്നെ വലിയൊരു ആംഗിൾ ഉണ്ടായതായി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എൻട്രി ചെയ്യാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ എൻട്രി ചെയ്തുകൊണ്ട് നല്ലൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് പോവുകയാണെങ്കിൽ നല്ല ശക്തമായിട്ട് മുകളിലേക്ക് ഒരു മൂവ്മെന്റ് കിട്ടിയേനെ. ഇത് 50-200 ക്രോസ് ഓവർ സ്ട്രാറ്റജിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറേയും കൂടെ ടൈറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് തരികയാണ്. ഇത് കുറേയും കൂടെ പൊസിഷണൽ ട്രേഡേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് ആദ്യത്തെ രണ്ടെണ്ണം കുറേയും കൂടെ ലോങ് ടേമിലേക്ക് പ്ലാൻ ചെയ്യുന്ന മേ ബി ഒരു ഇയർലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്നവർക്ക് ഉപയോഗിക്കാം. 13 SMA 48 SMA കുറേയും കൂടെ പൊസിഷണൽ ട്രേഡേഴ്സിലേക്ക്, കുറച്ച് ആഴ്ചകളിലേക്കോ കുറച്ച് മാസങ്ങളിലേക്കോ ട്രേഡ്സ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുറേ കൂടെ ടൈറ്റ് മൂവ്മെന്റ്സ് ഇവിടെ തരുന്നുണ്ട്. പ്രൈസ് മൂവ്മെന്റിന് അനുസരിച്ച് നന്നായി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവിംഗ് ആവറേജസിനെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 സ്ട്രാറ്റജീസും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഇൻട്രാഡേ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് എത്താം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ട്രെൻഡ് ഡയറക്ഷൻ മനസ്സിലാക്കാൻ നമ്മൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ്, ഇത് കുറേ കൂടെ ഇൻട്രാഡേ ട്രേഡിൽ ഇത് കുറേ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെയും 2 സ്ട്രാറ്റജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ശരിയല്ലേ? ഒന്ന് 20 SMA ബേസ് സ്ട്രാറ്റജിയാണ്. അത് നമുക്കൊരു ഡെയിലി ബേസിസിലേക്ക് പോയിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ഡേ മാറ്റിയിട്ട് 5 മിനിറ്റ് ക്യാൻഡൽസിലേക്ക് വരികയാണ്. നിങ്ങളും ചെയ്യേണ്ടത് അത് തന്നെയാണ്. 5 മിനിറ്റ് ക്യാൻഡൽസ് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റഡീസിൽ ചെന്നിട്ട് മൂവിംഗ് ആവറേജ് ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാം, മറ്റേതിനെ മാറ്റിയിട്ട് 20 എന്നാക്കാം. കാരണം നമ്മൾ 20 സിമ്പിൾ മൂവിംഗ് ആവറേജിനെ ബേസ് ആക്കി വെച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ 200 സിമ്പിൾ മൂവിംഗ് ആവറേജിനെ ബേസ് ആക്കിയതിന്റെ ആ ഒരു സ്ട്രാറ്റജിയുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണം. അതായത് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 20 SMA മുകളിൽ പ്രൈസ് എപ്പോഴുണ്ടെങ്കിലും അത് അപ് ട്രെൻഡിലാണ് അർത്ഥമെന്നും, അതിന്റെ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ നന്നായി ശക്തമായി ക്രോസ് ചെയ്ത് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. ഇപ്പൊ കണ്ടോ, നമ്മൾ കഴിഞ്ഞ ഒരു ഒറ്റ ദിവസം മാത്രമാണ് ഇപ്പൊ ചാർട്ടിൽ കാണിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ തന്നെ രാവിലെ ദിവസം തുടങ്ങിയ ദിവസം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 20 SMA മുകളിലാണ് പ്രൈസ് ഉള്ളത്. അതോടൊപ്പം തന്നെ നല്ല ശക്തമായി മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അപ് ട്രെൻഡ് ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ബൈ ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ സൈഡ് വേസ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരിക്കലും സൈഡ് വേസ് മാർക്കറ്റിൽ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാതിരിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ താഴോട്ട് മൂവ് ചെയ്യുന്നത് കണ്ടു. പിന്നെ ഇവിടെ പോയിട്ട് ഇതിലൊരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടോ. അപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് ആയി എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഇവിടെ സെല്ല് ചെയ്തിരുന്നെങ്കിൽ താഴോട്ട് ഇങ്ങനെ ഒരു മൊമെന്റം കൂടി കിട്ടിയേനെ. അപ്പോൾ ഇവിടെ 20 SMA ബേസ് ചെയ്തുകൊണ്ട് ട്രെൻഡ് മനസ്സിലാക്കാനും ഇവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുക്കുന്നതും കാണാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബേസിസിൽ ഇൻട്രാഡേ ട്രേഡിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വേറൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ വോളിയം ചാർട്ടിനെ കൂടി നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ കപ്പിൾ ചെയ്തുകൊണ്ട് ഇവിടെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരികയാണ്. ഇവിടെ വോളിയം ചാർട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എപ്പോഴും ഈ ഒരു മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്യുന്നത് ഹൈ വോളിയത്തിലാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സിൽ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ താഴോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ വോളിയം വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മുകളിലേക്ക് പോയി, എന്നാൽ മുകളിലേക്ക് പോയപ്പോഴും വലിയൊരു വോളിയം ഇവിടെ ഇല്ല. അപ്പോൾ മുകളിലേക്ക് ശക്തമായിട്ട് പോകില്ല എന്ന്
നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. പിന്നെ ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വോളിയം കുറവാണ്, അപ്പോൾ പിന്നെയും ട്രേഡ് എടുക്കാതിരിക്കുക. എന്നാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു പോയിന്റിൽ ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെ ഹൈ വോളിയം കൊണ്ടാണ് എന്ന് കാണാൻ പറ്റുന്നു, ശരിയല്ലേ? അപ്പോൾ ഹൈ വോളിയത്തിൽ ഈ ഒരു 20 SMA എന്നൊരു ലൈനിനെ ബ്രേക്ക് ചെയ്യുകയാണ് എങ്കിൽ അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ട് എന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ തന്നെ നിങ്ങൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയേനെ. അപ്പോൾ അതാണ് 20 SMA ബേസ് സ്ട്രാറ്റജി പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രാറ്റജി കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് 5 SMA 20 SMA ക്രോസ് ഓവർ സ്ട്രാറ്റജിയാണ്. അത് നമ്മളിവിടെ കണ്ടതുപോലെ 50 SMA 200 SMA ക്രോസ് ഓവർ സ്ട്രാറ്റജിയിൽ എന്ത് ലോജിക്കാണോ നമ്മൾ അപ്ലൈ ചെയ്തത്, എങ്ങനെയാണോ പഠിച്ചത്, അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 20 SMA ലൈൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 5 SMയുടെ ലൈൻ, പുതിയൊരു ലൈൻ നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ചെല്ലുക, വോളിയം ആണുള്ളത്, അത് മാറ്റി മൂവിങ് ആവറേജ് സെർച്ച് ചെയ്യുക. മൂവിങ് ആവറേജ് വന്നിട്ടുണ്ട്. അപ്പോൾ 50 മാറ്റിയിട്ട് നമുക്ക് 5 ആണ് വേണ്ടത്, ശരിയല്ലേ? 5 ആക്കുക. കാണാൻ എളുപ്പത്തിന് വേണ്ടി കളർ മാറ്റുക. കണ്ടോ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ 5 SMA ലൈൻ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ കാര്യമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് 5 SMA 20 SMA ക്രോസ് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണെന്നും ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ് ട്രെൻഡുമാണെന്നാണ് അർത്ഥം. പോകുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിന്റെ വലിപ്പത്തിൽ ആ ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനോടൊപ്പം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വോളിയത്തിന് കൂടി കപ്പിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ട്രേഡ്സ് എടുക്കാൻ പറ്റും. നമുക്ക് വേറൊരു ദിവസം ചാർട്ടിൽ പോയിട്ട് കണ്ടു നോക്കാം. കണ്ടോ, ഈ ഒരു ദിവസത്തിലേക്കൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ദിവസം ഓപ്പൺ ചെയ്ത് ഇവിടെ ദിവസം എൻഡ് ചെയ്യുകയാണ്. ദിവസം ഓപ്പൺ ചെയ്ത് തന്നെ ഒരു വലിയ റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ പ്രൈസ് ആക്ഷൻ അത് ശക്തമായി താഴോട്ടുണ്ടെന്ന് കാണാൻ പറ്റുന്നു. അതുപോലെ തന്നെ കണ്ടോ, കഴിഞ്ഞ ദിവസത്തെ വോളിയം ഒക്കെ ഈ ഒരു ലെവലിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ദിവസം തുടങ്ങിയപ്പോൾ തന്നെ വലിയൊരു വോളിയം ഉള്ളതായി കാണാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ മൂവിംഗ് ആവറേജ് ഈ ഒരു പോയിന്റ് വലിയ മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാമായിരുന്നു. എന്നാലും തന്നെ നിങ്ങൾ ദിവസം മുന്നിലേക്ക് പോവുകയാണെങ്കിൽ എന്താ കാണാൻ പറ്റുന്നത്? പ്രൈസ് താഴോട്ട് വന്നു. ഇവിടെ നല്ല വോളിയത്തിൽ പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മുകളിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കണ്ടോ, ഈ ഒരു വലിയ മൂവിംഗ് ആവറേജിനെ 20 എന്ന മൂവിംഗ് ആവറേജിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തു. ഇവിടെ തട്ടി പിന്നെയും താഴോട്ട് വന്നു, മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു. 20 SMA പിന്നെയും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഉപയോഗിച്ചു, പിന്നെയും താഴോട്ട് വന്നു. അങ്ങനെ പ്രൈസ് താഴോട്ട് തന്നെ വരുന്നതാണ് കാണാൻ പറ്റിയത്. പല പോയിന്റിലും 20 SMA ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രൈസ് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ 20 SMA 5 SMA പ്ലോട്ട് ചെയ്തുകൊണ്ട് ഒരു ചാർട്ടിൽ ഒരു 10 ദിവസത്തേക്കെങ്കിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോണസ് കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ വോളിയം കൂടി ഉപയോഗിച്ചപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചതിൽ നിന്നൊരു എക്സാമ്പിൾ ഞാൻ പറയാം. മുന്നിലേക്ക് മാഗ്ഡിയും സ്റ്റൊക്കാസ്റ്റിക്സും ഒക്കെ ഉപയോഗിക്കാം. എന്നാൽ ഇതുവരെ നമ്മൾ പിവറ്റ് പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിവറ്റ് പോയിന്റ്സ് കൂടി നമ്മൾ ഇവിടെ ചാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ കാണാൻ പറ്റുക? കണ്ടോ, ഈ ഒരു പോയിന്റ് വരെ താഴോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പിവറ്റ് പോയിന്റിൽ തട്ടിയപ്പോൾ അത് മുകളിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും നമുക്കറിയാം ഇതൊരു താഴോട്ട് പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് തന്നെ ചെയ്യുന്നു. ഇവിടെ തട്ടി മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. താഴോട്ട് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ പൊസിഷൻ എടുത്തില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് വന്നു. ഇവിടെ കണ്ടോ, ഇവിടെ S1 ഉണ്ട്. S1 പ്രൈസ് താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നതുകൊണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് പിന്നെയും താഴോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 20 SMA താഴെയുമാണ് നിൽക്കുന്നത്, അതിനെയും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ, ഇങ്ങനെ പല ഇൻഡിക്കേറ്റേഴ്സ് കാണുമ്പോൾ പ്രൈസ് ഇനിയും താഴോട്ട് പോകുമെന്ന് തന്നെയുള്ള ഒരു വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഗസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നു. അങ്ങനെ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഷോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും ഇവിടെ എത്രയാണ്? 719 രൂപയാണ്. അടുത്ത നമ്മുടെ S2 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രം പോലും 27 രൂപയുടെ പോയിന്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്. വളരെ വളരെ വലിയൊരു മൂവ്മെന്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പല സ്ട്രാറ്റജീസ് ഒരുമിച്ച് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഇൻട്രാഡേ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 20 SMA ബേസ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലും നിങ്ങൾക്ക് ചിന്തിക്കാം. എന്നാൽ അതിലും ഈസി ആയിട്ട് 5 SMA 20 SMA ഒരുമിച്ച് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടിനെയും ഒരുമിച്ച് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല ട്രേഡ്സ് ഡെഫിനറ്റ്ലി എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇതെല്ലാം ഈസി ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡെഫിനറ്റ്ലി ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടും പെട്ടെന്ന് പറയുന്നതുകൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ മുന്നിലേക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിന് ഓരോ സ്ട്രാറ്റജീനും എടുത്തുകൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. എന്നാൽ ഓരോരോ സ്ട്രാറ്റജീനെ എടുത്ത് ഡെഡിക്കേറ്റഡ് വീഡിയോസ് ചാനലിൽ മുന്നിലേക്ക് ഡെഫിനറ്റ്ലി വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മൂവിംഗ് ആവറേജ് എപ്പോഴും ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നത് ട്രെൻഡിങ് മാർക്കറ്റ്സിൽ മാത്രമാണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. പല സ്ഥലത്തും വർക്ക് ചെയ്തു കൊള്ളണമെന്നില്ല. എന്നാൽ നിങ്ങൾ അതിനെ ലോങ് ടേമിലേക്ക് സ്ഥിരമായിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെങ്കിൽ ചില സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ അതിമനോഹരമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ പ്രോഫിറ്റിനെ മാക്സിമം റൺ ചെയ്യാൻ നിങ്ങൾ സഹായിക്കുക. ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാത്ത സമയത്ത് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എഗൻസ്റ്റ് പ്രൈസ് പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഹിറ്റ് ആയിക്കൊണ്ട് നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു 10 ട്രേഡ് എടുക്കുമ്പോൾ ഒരു 6 ട്രേഡ് വർക്ക് ചെയ്യുകയും 4 ട്രേഡ് ഫെയിൽ ആവുകയാണെന്ന് വിചാരിച്ചോ, എന്നാലും കുഴപ്പമില്ല. ആ 4 ട്രേഡ് ഫെയിൽ
ആകുന്നത് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ ചെറിയൊരു ലോസ് നിങ്ങൾക്ക് ലിമിറ്റ് ആകും. എന്നാൽ 6 ട്രേഡിൽ 3 അതിമനോഹരമായിട്ട് മുന്നിലേക്ക് പോവുകയും ബാക്കി 3 നിങ്ങൾക്ക് ടാർഗറ്റിൽ എക്സിറ്റ് ആകാനും പറ്റും. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ എല്ലാ തവണയും വർക്ക് ചെയ്തില്ല എങ്കിൽ പോലും വർക്ക് ചെയ്യുന്ന സമയത്ത് നന്നായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴും ഉപയോഗിക്കുക, ഏറ്റവും നല്ല റിസൾട്ട്സ് കിട്ടാനായിട്ട്. ഇവിടെ തന്നെ നമ്മൾ കണ്ടു, മൂവിംഗ് ആവറേജസ് മാത്രം നോക്കിയിരുന്നെങ്കിൽ പലപ്പോഴും നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റില്ലായിരുന്നു. അതിന്റെ കൂടെ വോളിയും അതിന്റെ കൂടെ പിവറ്റ് പോയിന്റും എല്ലാം ഉപയോഗിച്ചപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ട്രേഡ്സ് എടുക്കാൻ പറ്റുന്നു. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ്, ഇനി മുന്നിലേക്ക് പല ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാം പഠിക്കുമ്പോൾ പല ഇൻഡിക്കേറ്റേഴ്സും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് നല്ല ട്രേഡ്സ് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇന്നത്തെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ചാർട്ട്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് പല കമ്പനീസ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പാറ്റേൺസും പറഞ്ഞ സ്ട്രാറ്റജീസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക. മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൂടുതൽ പേരെ പഠിക്കാനും വളരാനുമായിട്ട് ഇൻവൈറ്റ് ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റി അതിശക്തമായിട്ട് ഗ്രോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.